ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈത്തപ്പഴം. നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, നിരവധി അവശ്യ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ഈത്തപ്പഴം ദഹനത്തിനും ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിനും ശരീരഭാരം കുറക്കാൻ പോലും വളരെ നല്ലതാണ്. ദിവസം 2 ഈത്തപ്പഴം വീതം കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ചിലർ ഈത്തപ്പഴം കഴുകി കുരു കളഞ്ഞ് നേരെ വായയിലേക്ക് ഇടുകയാണ് പതിവ്. എന്നാൽ ഇങ്ങനെ ഈത്തപ്പഴം കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. ഈത്തപ്പഴത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന തരത്തിൽ പൂപ്പൽ ഉണ്ടാകാറുണ്ട്. ഈത്തപ്പഴം കഴിക്കുന്നതിന് മുമ്പ് ഇവ കീറി പരിശോധിക്കുന്നത് ഫംഗസ് ബാധ കണ്ടെത്താനും അതുവഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. ഈത്തപ്പഴത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവും ഈർപ്പവുമാണ് ഫംഗസും പൂപ്പലും വളരാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നത്. ഉയർന്ന ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളിലും പൂപ്പൽ നന്നായി വളരുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന സ്പോറുകളാണ് പൂപ്പലിന് പച്ച, വെള്ള, കറുപ്പ് അല്ലെങ്കിൽ ചാരനിറം നൽകുന്നത്. ഇവക്ക് ഭക്ഷണത്തിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന നൂല് പോലെയുള്ള വേരുകളുണ്ട്. ഇത് മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ. പൂപ്പലുകൾ പലതരത്തിലുണ്ട്. ചിലത് ദോഷകരമല്ല, ചിലത് അലർജിക്ക് കാരണമാകാം. എന്നാൽ മറ്റു ചിലതാകട്ടെ അതീവ അപകടകരമായ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ചിലപ്പോൾ പൂപ്പൽ ബാധിച്ച ഭക്ഷണം കഴിച്ചാൽ ഒന്നും സംഭവിക്കാറില്ല. മാത്രമല്ല, ചിലതരം പൂപ്പലുകൾ ഗുണകരവുമാണ്. ഉദാഹരണത്തിന് കൂണ് സാങ്കേതികമായി ഫംഗസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. കൂടാതെ ബ്ലൂ ചീസ് നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക തരം പൂപ്പൽ ഉപയോഗിച്ചാണ്. ഇനി പൂപ്പൽ അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂപ്പൽ മൂലമുണ്ടാകുന്ന അലർജിയുടെ ലക്ഷണങ്ങൾ മറ്റു ശ്വാസകോശ സംബന്ധമായ അലർജികൾക്ക് സമാനമാണ്. മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കടപ്പ്, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ കഫക്കെട്ട്, കണ്ണുകളിലോ തൊണ്ടയിലോ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ചുമയും തുമ്മലും, തലവേദന, ചർമ്മത്തിലുണ്ടാകുന്ന തിണർപ്പ് എന്നിവയൊക്കെയാണ്. നിങ്ങൾക്ക് ആസ്മ ഉണ്ടെങ്കിൽ പൂപ്പൽ അലർജി അത് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ചിലതരം പൂപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് പനി പോലെയോ ശാരീരിക അസ്വസ്ഥതകൾക്കോ ഇടയാക്കും. മറ്റു ചിലതാകട്ടെ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന കടുത്ത അലർജി, ശ്വാസകോശ അണുബാധ അല്ലെങ്കിൽ അനഫിലാക്സിസ് പോലുള്ള ഗുരുതരമായ ലക്ഷണങ്ങൾക്ക് കാരണമാകാം. ശ്വാസനാളം, ചർമ്മം അല്ലെങ്കിൽ കുടൽ എന്നിവയിലൂടെ നിങ്ങളുടെ ശരീരത്തിന് മൈക്കോടോക്സിനുകളെ ആഗിരണം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണ് ദിവസവും ഈത്തപ്പഴം കഴിക്കണമെന്ന് പറയുന്നത്? ഈത്തപ്പഴത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളുടെയും സാധ്യത കുറയ്ക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങളുടെ കോശങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. കൃത്യമായി ഈത്തപ്പഴം കഴിക്കുന്നത് തലച്ചോറിലെ വീക്കം ഉണ്ടാക്കുന്ന ഘടകങ്ങളെ കുറയ്ക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈത്തപ്പഴത്തിൽ ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ നിരവധി ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം പോലുള്ള അസ്ഥി സംബന്ധമായ രോഗങ്ങളെ തടയുന്നു. എല്ലാ ഈത്തപ്പഴത്തിലും പൂപ്പൽ ഉണ്ടാകണമെന്നില്ല. വാങ്ങുന്ന സമയത്ത് ഏറ്റവും ഫ്രഷ് ആയ ഈത്തപ്പഴം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഏത് ഈത്തപ്പഴമാണെങ്കിലും കുരു കളഞ്ഞ് ഉൾഭാഗം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം കഴിക്കാനും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.